ഗായ്സ് വെൽക്കം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്, ഞാൻ നല്ല വീഡിയോ ഇട്ടപ്പം ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ഒരു ക്രാഫ്റ്റ് ചെയ്യോ, ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം, സിമ്പിൾ ആയിരിക്കണം, ക്യൂട്ടായിരിക്കണം, അതുപോലെ ക്രാഫ്റ്റ് ആയിരിക്കണം, പിന്നെ പേപ്പർ കൊണ്ടുള്ളതായിരിക്കണം. അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പം എൻ്റെ മൈൻഡിൽ വന്ന ഒരു ഐഡിയ ഇട്ടത്. അപ്പം ഇന്ന് നിങ്ങൾക്കും വേണ്ടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ട് ഇതുപോലെ 3 കളർ പേപ്പർ എടുക്കുക, പിന്നെ ഒരു സ്ലൈഡ്, പിന്നെ ഒരു പിന്ന്. ഈ പിന്ന് പറഞ്ഞാൽ ഈ സാരി പിന്നൊക്കെ ഉണ്ടാവില്ല, നമ്മൾ വലിയ ചെറിയ പിന്നല്ലാത്ത വലിയ പിന്ന്, അങ്ങനത്തെ ടൈപ്പ് പിന്ന് കേട്ടോ. പിന്നെ ഒരു റബ്ബർ ബാൻഡ് കേട്ടോ, 1 അല്ല 2 റബ്ബർ ബാൻഡ് എടുത്തോളി, അത്ര സാധനം മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പേപ്പർ എടുക്കുക, ജസ്റ്റ് 2ആയിട്ടൊന്ന് മടക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലൊരു ബട്ടർഫ്ലൈനെ വരച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 സൈഡായിട്ട് കിട്ടും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ബട്ടർഫ്ലൈനെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് കളർ ചെയ്യുക. അപ്പം ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് പിങ്ക് വരുന്നൊരു ബട്ടർഫ്ലൈനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനത് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബട്ടർഫ്ലൈയുടെ മുകളിലായിട്ട് ട്രാൻസ്പെറൻറ്റ് ടാപ്പ് ഇല്ല, അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിക്കുന്നത് ബട്ടർഫ്ലൈ പെട്ടെന്ന് ഒന്ന് മുറിഞ്ഞു പോകാതെക്കാണ്, ചീത്തയാവാതെക്കാനൊക്കെ വേണ്ടി. ട്രാൻസ്പെറൻറ്റ് ടാപ്പ് ഒട്ടിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ബബിൾസ് ഒക്കെ വന്ന് ആകെ കേടായി പോകും. ഇനി നമുക്ക് കിട്ടിയ ഈ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈനെ നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്യുക. ഇനി 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ വാങ്ങിച്ച പിന്നെ എടുക്കുക, അതിന്റെ എൻഡ് ഭാഗം ഒന്ന് ബെൻഡ് ചെയ്തെടുക്കുക. അതിന്റെ ഉള്ളിൽ കൂടെ ഒരു റബ്ബർ ബാൻഡ് പാടിയും കടത്തുക. സ്ലൈഡ് എടുക്കുക. സ്ലൈഡ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. സ്ലൈഡൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ സ്ലൈഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ കമ്പിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കമ്പി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ സ്ലൈഡാണ് യൂസ് ചെയ്തത്. ആ സ്ലൈഡ് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ആ റബ്ബർ ബാൻഡ് ഒന്ന് ജസ്റ്റ് കടത്തി എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റിച്ച ബട്ടർഫ്ലൈൻ്റെ പീസസുകളില്ലേ കട്ട് ചെയ്ത് വെച്ചാൽ അതെടുത്ത് അത് 2 സ്ലൈഡിൻ്റെ 2 സൈഡിലും അതുപോലെ പിന്നിൻ്റെ 2 സൈഡിലും ഇട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ അടിപൊളി ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആക്കണേ. ഇനി അടുത്തത് പറഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കണം. ആ ബോക്സിനായിട്ട് ഇതുപോലൊരു പേപ്പർ എടുക്കുക, ജസ്റ്റ് 2ആയിട്ട് മടക്കുക, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഒരു പേപ്പറിലെ 4 സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുക. 1 സെന്റിമീറ്ററിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്ത് അതിന്റെ 4 സൈഡും ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഒട്ടിച്ചെടുത്താൽ നമുക്കൊരു കുഞ്ഞു ബോക്സ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ മറ്റേ പേപ്പറും ഒന്ന് ഇതേപോലെ കുഞ്ഞു ബോക്സ് ഷേപ്പിലാക്കി ഒന്ന് എടുക്കുക. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ബോക്സ് എടുത്ത് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് മനോഹരമായിട്ട് ഒന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിലായിട്ട് ഇനി നമുക്കൊരു കുഞ്ഞു ബോക്സ് മടി വേണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പർ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ അതിൻ്റെ ഉള്ളിൽ ഒന്ന് വരച്ചു കൊടുക്കുക. അതിൻ്റെ അളവൊക്കെ ഞാൻ അതിമേൽ എഴുതുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ മടക്കി എടുത്ത് അതിനൊരു ഹാർട്ടും പാടിയും വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് എൻവലപ്പ്, ഈ ഒരു എൻവലപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഗിഫ്റ്റൊക്കെ വെക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ക്ലിപ്പും അതുപോലെ എനിക്ക് വേണ്ട ഒരു മെസ്സേജും പാടി ഞാൻ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജൊക്കെ എഴുതി വെക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഹാർട്ടായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളെ ബട്ടർഫ്ലൈയും പാടിയും വെച്ചാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ബട്ടർഫ്ലൈ പാറി വരുന്ന മതി തോന്നും. അപ്പം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ കമന്റ് ഇട്ട ആൾക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് പറയാ, അടുത്ത ഏത് വീഡിയോ വേണമെന്നും പാടി ഒന്ന് പറയാ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.